അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം. അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. സത്യത്തിൽ 5 കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കാത്തതായിരിക്കും കുട്ടികൾ നന്നാവാത്തതിന്റെ കാരണം. കാരണങ്ങൾ 5 ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഗൾഫിലാണ്, അറബിനെ എത്തിങ്ങാനെ ചേർത്തിക്കാണ് മൂപ്പര്. പാപ്പറായി മേശന്റെ അടിയിൽ കൂടെ വലിച്ചു. എന്നിട്ട് ഇവിടെ വന്നാണ്ട് കുട്ടികൾ നേരാകാൻ വേണ്ടി മദ്രസന്റെ ഒരു ഫ്ലോർ മുഴുവൻ ഉണ്ട്. ഏത് അറബി എത്തിങ്ങാനയിലാണ്. ത്വയ്യിബാവ് എങ്ങനെ അത് തിന്നാൻ കൊടുത്താൽ നേരാകുമോ? നിങ്ങളിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അങ്ങനെയാണ് സംഗതി ഉള്ളത്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കാതെ ഒരു കാരണവശാലും മക്കൾ നന്നാവുക എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. ഒരു നിലക്കും പ്രതീക്ഷിക്കേണ്ട, നടക്കൂല. വേറെയുള്ളതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഭക്ഷണം ഹലാലും ത്വയ്യിബുമായിരിക്കണം എന്നതാണ്. ഹലാലായാൽ പോരാ, ത്വയ്യിബായിരിക്കണം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നല്ല നിലക്കുള്ള ഭക്ഷണം കൊടുക്കണം, സന്തോഷത്തോടുകൂടെ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹലാലും ത്വയ്യിബുമായിരിക്കണം. എങ്ങനെങ്കിലും മുതലുണ്ടാക്കിയിട്ട് നമ്മൾ ആകെ അധ്വാനിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർ നമ്മൾക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്തവരായി പോയാൽ പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. മക്കൾ നേരാവണമെങ്കിൽ വിവരം പഠിപ്പിക്കാതെ നേരാവില്ല. ഏറ്റവും വലിയ വിവരം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വിവരമാണ്. ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. ദീനിയും ദുന്യവിയുമായ വിവരം പഠിപ്പിക്കണം. രണ്ടും ഒരേമാതിരി പഠിപ്പിക്കണം. രണ്ടും 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓന് ഭൗതികം 3-ാം ക്ലാസ് ഉള്ളൂ, മതപരം 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. റബീഉൽ അവ്വലിന് ഓന് പന്തലിടാനും മാല കെട്ടാനും ഏറ്റവും മുമ്പന്തിയിലുണ്ടാവും. ഭൗതികം കുറയാണ്ട് പഠിച്ചു, ദീന് 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ എന്തിനാ ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകണതെന്ന് ചോദിച്ചു. ഈ കോവിഡ് ഉണ്ടായ സമയത്ത് ഒരു ജില്ലാ കളക്ടർ ചോദിച്ചു, വെള്ളിയാഴ്ച പ്രാർത്ഥന ഓൺലൈനിലാക്കിയാൽ പോരേ? പേരുണ്ടായിട്ട് എന്താ കാര്യം? പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ പേര് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാച്ചിട്ടാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന നമുക്ക് ഓൺലൈനിലാക്കിയാൽ പോരേ? ആര്? മാപ്പിള ജാതിൻ്റെ പേരുള്ള ഒരാൾ ചോദിച്ചതാണ്. മാപ്പിള ജാതിയുടെ പേര് നമുക്ക് കേട്ടറിയല്ലോ. ആ പേരുള്ള ഒരാൾ ചോദിച്ചതാണ് വെള്ളിയാഴ്ച പ്രാർത്ഥന ഓൺലൈനിലാക്കിയാൽ പോരേന്ന്. അതിനിപ്പോൾ അങ്ങനെ പള്ളിക്കൊക്കെ എന്നെ വരണം ഇത്ര നിർബന്ധമൊക്കെ ഉണ്ടോന്ന്. വിവരമില്ലെങ്കിൽ രണ്ടും ഇല്ല ഞാൻ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. ആൾ ഉഷാറായിട്ട് ജീവിച്ചോളും. വല്യമാക്കൊക്കെ വലിയ വിവരം ഉണ്ടായിട്ട് വിവരം ഉണ്ടാവണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തുങ്ങാണ്ട് അത് പിന്നെ വാട്സപ്പിൽ കൂടെ വിട്ടുകൊണ്ട് സ്വീപ്പുണ്ടാക്കാൻ നിൽക്കണ്ട. വിവരം വേണം, രണ്ടും ഒരേമാതിരി വേണം. ഭൗതികമായി PhD ഉണ്ടെങ്കിൽ ദീനിലും PhD ഉണ്ടെങ്കിലേ സംഗതി നടക്കുള്ളൂ. ഭൗതികമായി ഒരാൾ എഞ്ചിനീയർ ആണെങ്കിൽ ദീനിലും എഞ്ചിനീയർ ആയിരിക്കണം, എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ദീൻ എന്തേ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. ദീനിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇസ്ലാം ദീനിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഓരോ ആളുകളുടെയും വിവരത്തിനനുസരിച്ചാണ് ഇസ്ലാം ദീൻ അയാളോട് സംസാരിക്കുക. എല്ലാവരോടും ഒരേമാതിരിയല്ല. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആനിൻ്റെയും ഇസ്ലാം ദീനിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. അറിയാത്തതെന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അറിയാത്തത്. അപ്പം ഇയാൾക്ക് എത്രയാണോ അറിയുക അതിൻ്റെ അപ്പുറം. നാളെ ഒരാൾ ചോദിച്ചു എന്നോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാപ്പി കൊടുക്കാം. പിന്നെ ബക്കറ്റ് പിരിവുണ്ട്, കാപ്പിയുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. കാപ്പി വേണ്ടവർ കുടിച്ചാൽ മതി, ബക്കറ്റിൽ എല്ലാവരും കൈയിടണം. തലിമികളൊന്നും ഇടണ്ട, അവരടുത്തുണ്ടാവില്ല. അല്ലാത്തവർ ബക്കറ്റിൽ എല്ലാവരും ഇടണം. കാപ്പി ആവശ്യമുള്ളവർ കുടിക്കണം. നോട്ടം ഇങ്ങോട്ടാവുകയും വേണം. ഇങ്ങനെ കുടിക്കുക. ഇന്നങ്ങനെ നോക്കിയിട്ട് നല്ല വയത് പറയുള്ളൂ, അല്ലെങ്കിൽ വയത് ഇവിടെ നിൽക്കും. അങ്ങനെയാണ്. അപ്പം എല്ലാവരും കൂടെ നോക്കിക്കോളി, കൊടുത്താളി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും,
അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام അലൈക്കും അലൈക്കും. ഇങ്ങോട്ട് നോക്കി എല്ലാവരും ചായ കുടിച്ചോളി, അതിൻ്റെ ഒപ്പം ഇങ്ങോട്ട് നോക്കിക്കോളി. മുഅ്മിനീങ്ങളെ, നാലാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ വിവരം പഠിപ്പിക്കുക എന്നതാണ്. ദീനിയായ വിവരം, ദുന്യവിയായ വിവരം എത്രയുള്ള വെച്ചാൽ അത്ര ദീനിയായ വിവരം ഉണ്ടാകണമെന്നാണ്. എന്നാലേ ആൾക്ക് ദീനിൽ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലേ കഴിയൂല. അല്ലെങ്കിൽ അയാൾക്ക് ദീന് പറഞ്ഞതൊക്കെ പൊട്ടത്തരാണ് എന്ന് തോന്നും. എന്നാൽ എന്നോടൊരു ഡോക്ടർ ചോദിച്ചു, ഓരോ ആളുകളുടെയും വിവരത്തിനനുസരിച്ച് ഖുർആനാണെങ്കിലും മുസ്തഫായ നബി തങ്ങളുടെ തിരു ഹദീസുകളാണെങ്കിലും എല്ലാവരോടും ഒരേമാതിരി അല്ല അത് സംസാരിക്കുന്നത്. ഓരോ ആളുകളുടെയും നിലവാരം അനുസരിച്ചാണ് അത് സംസാരിക്കുന്നത്. എൻജിനീയറോട് ഖുർആൻ സംസാരിക്കുന്നത് ഒരു എൻജിനീയറായിട്ടാണ്. ഡോക്ടറോട് ഹദീസ് സംസാരിക്കുന്നത് ഒരു ഡോക്ടറായിട്ടാണ്. രാഷ്ട്രത്തലവനോട് ഹദീസ് സംസാരിക്കുന്നത് ഒരു രാഷ്ട്രത്തലവനെ പോലെയാണ്. ഓരോരുത്തർക്കും എന്ത് വിവരം കിട്ടിയാലും ആ വിവരം വെച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാം ദീനിനെ പഠിക്കണം. ഞാനത് പറയേണ്ട ഒരു ഡോക്ടർ ചോദിച്ചു, കരിഞ്ജീരകത്തെ പറ്റിയിട്ട് ഇങ്ങനെ വല്ലാതെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പ്രചരിച്ച സമയത്ത് കരിഞ്ജീരകം ധാരാളമായി ഉപയോഗിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് തെറ്റല്ലേ, ശരിയല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിന് ആ ഹദീസിൽ മറുപടി ഉണ്ട്. എന്താ മറുപടി വെച്ചാൽ, ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ കുല്ലി ദാ, കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ശിഫയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദണ്ണ ആദ്യം സ്ഥിരപ്പെടണം, വെറുതെ തിന്നാനുള്ളതെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. കരിഞ്ജീരകം വെറുതെ തിന്നാനുള്ളതാന്ന് അതിലില്ല, രോഗത്തിന് മരുന്നാണ് എന്നാണ്. അപ്പോൾ ഒരാൾ കരിഞ്ജീരകം എങ്ങനെ കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം അവനോട് ചോദിക്കേണ്ടത് അനക്കെന്താ ദണ്ണെന്നാണ്. ത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഒരാൾക്ക് ദണ്ണുണ്ടായി, ഒരാൾക്ക് ഗ്യാസ് ഉണ്ടായി, അയാൾ മരുന്നായിട്ട് ഇഞ്ചി ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ കുഴപ്പം? മൂത്രക്കടച്ചിലുണ്ടാവും. ഏത് ഇഫക്റ്റ് ഉള്ള സാധനത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പം മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞൊരു സാധനം പാരസിറ്റാമോള് പനിക്കുള്ള മരുന്നാണ് എന്ന് പറഞ്ഞാൽ പനിയില്ലാത്തോ രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് ഓരോന്ന് കുടിക്കുക എന്നാ പറഞ്ഞതിനർത്ഥം. ഓനാദ്യം പനിയുണ്ട് വേണ്ടേ, എന്നിട്ടല്ലേ കുടിക്കണ്ടേ? ഹബ്ബത്തു സൗദാ രോഗത്തിന് ശിഫയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ദണ്ണം വേണ്ടേ? ഇനി രണ്ടാമതൊരു മറുപടി ആയി തന്നെ ഉണ്ട്. അതെന്താ വെച്ചാല് ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ, ചിലപ്പം കുടിക്കലേക്കാരം അല്ലെങ്കിൽ മൂക്ക് കൂടി വലിക്കലേക്കാരം. അപ്പൊ ജലദോഷത്തിനൊക്കെ മൂക്ക് കൂടി വലിക്കുക. അല്ലെങ്കിലോ അരച്ച് തേക്കലായിരിക്കും, ചിലപ്പം തിളപ്പിച്ച വെള്ളമായിരിക്കാം, ചിലപ്പോൾ കരിഞ്ജീരകത്തിന്റെ ഓയിലായിരിക്കാം, ചിലപ്പോ ഓയിൽ തന്നെ വെള്ളത്തിലൊഴിച്ച് നേർപ്പിച്ചിട്ടായിരിക്കാം. അങ്ങനെയല്ലോ, കുടിക്കാനായി പറഞ്ഞിട്ടില്ല. ഈ സാധനം ശിഫയാണ് എന്ന് പാമ്പിനെ പിടിച്ചുകാണ്ട് വിഷെടുത്തുകൊണ്ട് കുടിക്കാന്ന അല്ല, അത് മരുന്നാക്കണ ഒരു രീതി ഉണ്ട്, ആ രീതിക്കേ പറ്റുള്ളൂ. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ നിങ്ങളെ വൈദ്യം പഠിപ്പിക്കാനല്ല, പിന്നെന്തിനാ? ഒരാള് ഭൗതികമായി എത്ര പഠിച്ചോ അത്ര ദീനും പഠിച്ചാലേ പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറെ ആൾ പോകുമ്പോൾ ചോദിക്കും, എന്തിനാ ഇപ്പൊ ഈ ദീനൊക്കെ അല്ലേ ഇടങ്ങേറ് എന്ന് തോന്നും.